നമസ്കാരം. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷവൃക്ഷം പോലെ വളരുന്നതെന്തുകൊണ്ടാണ്? നമ്മൾ ഒരുപാട് സ്നേഹം നൽകിയിട്ടും നമ്മുടെ ആത്മാർത്ഥമായ ശ്രമങ്ങളുണ്ടായിട്ടും ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും വിജയത്തെയും തകർക്കുന്നതെന്തുകൊണ്ടാണ്? ഇതൊരു സാധാരണ ചോദ്യമാണ്. എന്നാൽ ഇതിന്റെ ഉത്തരം തേടേണ്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തെ നയിച്ച ഒരു മഹാപണ്ഡിതന്റെ വാക്കുകളിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചാണക്യന്റെ നീതിയെക്കുറിച്ചാണ്. ചാണക്യൻ ആരായിരുന്നു? ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, ഒരു രാജ്യതന്ത്രജ്ഞൻ. ചന്ദ്രഗുപ്ത മൗര്യനെ രാജാവാക്കി മാറ്റിയ ബുദ്ധിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും ഉപദേശങ്ങളായിരുന്നില്ല, മറിച്ച് ഒരു ജീവിതം എങ്ങനെ ജീവിക്കണം, ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിയമങ്ങളായിരുന്നു. ചാണക്യനീതിയിൽ ജീവിതത്തെ തകർക്കാൻ കഴിവുള്ള ആളുകളെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. പുരുഷന്റെയും സ്ത്രീയുടെയും സ്വഭാവങ്ങളെക്കുറിച്ചും അദ്ദേഹം തുറന്നു സംസാരിച്ചു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ലിംഗഭേദത്തെക്കുറിച്ചല്ല, മറിച്ച് ബന്ധങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും വ്യക്തിപരമായ വിജയത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ചില മോശം സ്വഭാവങ്ങളെക്കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ ഏതൊരു വ്യക്തിയിലുമുണ്ടാകാം. എങ്കിലും ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീയിൽ ഈ സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു കുടുംബത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കും. ഇതാരെയും കുറ്റപ്പെടുത്താനോ വിധിക്കാനോ ഉള്ള വീഡിയോ അല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കൂടുതൽ മനസ്സിലാക്കാനും ബുദ്ധിപരമായി തെരഞ്ഞെടുപ്പുകൾ നടത്താനും സഹായിക്കുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. ചാണക്യൻ ചൂണ്ടിക്കാണിച്ച മോശം സ്ത്രീയുടെ 8 സ്വഭാവലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. 1. വിശ്വസ്തതയില്ലായ്മ, അവിശ്വസ്തത. ചാണക്യനീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഒരു വ്യക്തിയുടെ മനസ്സ് ഒരിടത്തും ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ അവിടെ വിശ്വാസത്തിന് സ്ഥാനമില്ല. സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി, പെട്ടെന്നുള്ള ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുകയും സൗകര്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രകൃതം. ഒരു നല്ല ബന്ധത്തിന്റെ അടിസ്ഥാനം വിശ്വസ്തതയാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ആ ബന്ധം വെറുമൊരു കച്ചവട കരാർ പോലെയാകും. 2. വഞ്ചനയും കള്ളവും. കളവ് പറയുന്ന സ്വഭാവം. സത്യം എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ ചിലർക്ക് കളവ് പറയുന്നത് ഒരു ശീലമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും സത്യം മറച്ചുവെച്ച് മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ചാണക്യൻ പറയുന്നു, ഒരു നദിയിലെ ചെളി കാണാൻ കഴിയാത്തതുപോലെ ചിലരുടെ മനസ്സിലെ വഞ്ചനയും എളുപ്പം കാണാൻ കഴിയില്ല. ഈ സ്വഭാവമുള്ളവർ തങ്ങളുടെ തെറ്റുകൾ മറയ്ക്കാൻ കൂടുതൽ കളവുകൾ പറയും. 3. അമിതമായ സ്വാർത്ഥത, സ്വയം കേന്ദ്രീകൃതമായ മനോഭാവം. ബന്ധങ്ങൾ നിലനിൽക്കുന്നത് കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ്. എന്നാൽ ഈ സ്വഭാവമുള്ള വ്യക്തിയെല്ലാം സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. മറ്റൊരാളുടെ വിഷമതകളോ ആവശ്യങ്ങളോ അവർക്ക് ഒരു വിഷയമല്ല. അവർക്ക് ലോകം അവരെ ചുറ്റിപ്പറ്റിയാണ് കറങ്ങുന്നത്. താൻ എപ്പോഴും ശരിയാണെന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരെ വെറും ഉപകരണങ്ങളായി കാണുകയും ചെയ്യുന്നു. 4. മോശം വാക്കുകൾ ഉപയോഗിക്കൽ, കടുപ്പമേറിയ സംസാരം. ചാണക്യൻ വാക്കുകളുടെ ശക്തിയിൽ വിശ്വസിച്ചു. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സ്വഭാവത്തെ പ്രതിഫലിക്കുന്നു. അനാവശ്യമായി ദേഷ്യപ്പെടുക, മറ്റുള്ളവരെ അപമാനിക്കുക, പരിഹസിക്കുക, അല്ലെങ്കിൽ മോശം ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുക. ഈ സ്വഭാവം ബന്ധങ്ങളെ മുറിച്ചുകളയുന്ന വാളുകൾ പോലെയാണ്. സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിനയവും ബഹുമാനവും നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് ഒരു മോശം ലക്ഷണമാണ്. 5. മനസ്സിലെ ശുദ്ധിയില്ലായ്മ, ആന്തരികമായ അശുദ്ധി. ഇവിടെ ചാണക്യൻ പറയുന്നത് ബാഹ്യമായ വൃത്തിയെക്കുറിച്ചല്ല, മറിച്ച് ആന്തരികമായ ശുദ്ധിയെക്കുറിച്ചാണ്. അസൂയ, പക, മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷിക്കുക, ദുഷിച്ച ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുക. നല്ല ചിന്തകളുള്ള ഒരാൾക്ക് മാത്രമേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. മനസ്സിൽ മാലിന്യം സൂക്ഷിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. 6. പെട്ടെന്നുള്ള വികാരമാറ്റങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യവും വികാരമാറ്റങ്ങളും. ഈ വ്യക്തികൾക്ക് ഒരു സ്ഥിരതയുണ്ടാവില്ല. ഒരു നിമിഷം സന്തോഷത്തിലായിരിക്കും, അടുത്ത നിമിഷം കാര്യമായ കാരണമില്ലാതെ ദേഷ്യത്തിലോ വിഷാദത്തിലോ ആയിരിക്കും. ഈ പ്രവചനാതീതമായ സ്വഭാവം കൂടെയുള്ളവരെ എപ്പോഴും ഭയത്തിലും ആശയക്കുഴപ്പത്തിലുമാക്കും. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് ബന്ധങ്ങളിലെ സമാധാനം നശിപ്പിക്കുന്നു. 7. അമിതമായ ആസക്തി, അമിതമായി സുഖങ്ങളിൽ ആസക്തരാകുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിയന്ത്രണമില്ലാത്ത തൃഷ്ണകളാണ്. അത് പണത്തോടുള്ളതാകാം, സുഖഭോഗങ്ങളോടുള്ളതാകാം, അനാവശ്യമായ വാങ്ങലുകളോടുള്ളതാകാം. ചാണക്യന്റെ അഭിപ്രായത്തിൽ തൃഷ്ണകൾക്കടിമപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തെ മുന്നോട്ടു കൊണ്ടുപോകാനോ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയില്ല. ഇത് അവരുടെ കടമകളിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുന്നു. 8. ധാർമ്മികതയുടെ അഭാവം, ധാർമ്മികമായ കാഴ്ചപ്പാടില്ലായ്മ. നീതിയും ധാർമ്മികതയുമാണ് ഒരു വ്യക്തിയുടെ ചുക്കാൻ. എന്ത് ശരി, എന്ത് തെറ്റ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധമില്ലായ്മ. ഈ വ്യക്തികൾ തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. സദാചാരപരമായ മൂല്യങ്ങളില്ലാത്തത് സമൂഹത്തിലും കുടുംബത്തിലും വലിയ നാശമുണ്ടാക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത 8 ലക്ഷണങ്ങളും എന്തുകൊണ്ടാണ് ചാണക്യൻ മോശമായി കണക്കാക്കിയത്?
ഈ സ്വഭാവങ്ങളിൽ പൊതുവായി കാണുന്ന ഒരു ഘടകമുണ്ട്: അസ്ഥിരത. വിശ്വസ്തതയില്ലായ്മയും സ്വാർത്ഥതയും വികാരമാറ്റങ്ങളും ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാക്കി മാറ്റുന്നു. ചാണക്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ മൂല്യം അവരുടെ ബന്ധങ്ങളെ നിലനിർത്താനുള്ള കഴിവിലാണ്. ഈ ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തി ചുറ്റുമുള്ളവരുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയുകയും എല്ലാവരുടെയും ശാന്തതയും സന്തോഷവും നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ സ്വഭാവങ്ങൾ തിരിച്ചറിയുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നമ്മൾ എങ്ങനെയാണ് ചാണക്യനീതിയുടെ ഈ പാഠങ്ങൾ പ്രയോഗിക്കേണ്ടത്? 1. നിരീക്ഷണം ശീലമാക്കുക. ഒരു വ്യക്തിയുമായി അടുക്കുന്നതിനു മുൻപ് അവരുടെ ഈ 8 സ്വഭാവങ്ങളെ നിരീക്ഷിക്കുക. അവർ ചെറിയ കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു? വാക്കുകൾ പ്രവൃത്തികൾക്ക് അനുസൃതമാണോ? സമയം നൽകുക. കാരണം ഈ സ്വഭാവങ്ങൾ മറച്ചുവെക്കാൻ ഒരു വ്യക്തിക്ക് കുറച്ചു കാലത്തേക്ക് സാധിക്കും. 2. അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിയുമായി ബന്ധം നിലനിർത്തേണ്ടി വന്നാൽ ശക്തമായ അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങളുടെ മനസ്സമാധാനം തകർക്കാൻ അവരെ അനുവദിക്കരുത്. പാടില്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ സമയം, ഊർജ്ജം, പണം എന്നിവ സംരക്ഷിക്കുക. 3. സ്വയം മെച്ചപ്പെടുത്തുക. ഈ സ്വഭാവങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ടോ എന്നും പരിശോധിക്കുക. ഇത് കേവലം മറ്റുള്ളവരെ വിലയിരുത്താനുള്ള ഒരു ഉപകരണമല്ല. നമ്മളും വിശ്വസ്തതയും വിനയവും ആന്തരിക ശുദ്ധിയും ഉള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണം. 4. ഉപേക്ഷിക്കാൻ മടിക്കരുത്. ചാണക്യൻ പറഞ്ഞു, ഒരു ദുർബലമായ ബന്ധം നിലനിർത്തുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്കിരിക്കുന്നതാണ്. ചില ബന്ധങ്ങൾ മുറിച്ചുമാറ്റേണ്ട വിഷവൃക്ഷങ്ങളാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന വ്യക്തികൾക്കായി നിങ്ങളുടെ സമയം ഉപയോഗിക്കുക. ചാണക്യൻ നമ്മെ പഠിപ്പിച്ചത് ഇതാണ്: ജീവിതത്തിൽ നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയമിരിക്കുന്നത്. ഈ 8 ലക്ഷണങ്ങൾ — വിശ്വസ്തതയില്ലായ്മ, കള്ളം, സ്വാർത്ഥത, മോശം വാക്കുകൾ, ആന്തരിക അശുദ്ധി, വികാരപരമായ അസ്ഥിരത, അമിതമായ ആസക്തി, ധാർമ്മികതയുടെ അഭാവം എന്നിവയെ തിരിച്ചറിയുക. ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം കൂടുതൽ ശക്തവും സമാധാനപരവും സുരക്ഷിതവുമാക്കുക.